ഗൈസ്, 2 ദിവസത്തിന് മുന്നേ ഞാനൊരു പോസ്റ്റ് കണ്ടിരുന്നു ഒരു പെൺകുട്ടിയുടെ. ഒരു ബസ് യാത്രയ്ക്കിടയിൽ ഉണ്ടായ ഒരു കാര്യം. അടുത്തൊരു പുരുഷൻ നിന്നിട്ട് അദ്ദേഹം ശരീരത്തിൽ സ്പർശിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിരുന്നു. അതൊരു ബസ് യാത്രയ്ക്കിടയിൽ ഉണ്ടായ ഒരു കാര്യമാണ്. ആ പോസ്റ്റ് ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പുരുഷൻ ആ സ്ത്രീയെ ഒന്ന് ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് സ്പർശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട്, ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി ചെയ്ത ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മനഃപൂർവ്വം ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഞാൻ കേൾക്കുന്നു ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. എനിക്ക് ഈ പെൺകുട്ടിയോട് ചോദിക്കാനുള്ളത്, എന്താണ് ഈ പെൺകുട്ടിക്ക് കിട്ടിയത്? ഒരാളെ ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തിയപ്പോൾ, മോശമായ രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ട് അപകീർത്തിപ്പെടുത്തിയപ്പോൾ ഈ പെൺകുട്ടിക്ക് എന്ത് സാറ്റിസ്ഫാക്ഷനാണ് കിട്ടിയത്? നമ്മളെല്ലാവരും ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. ഈ പറഞ്ഞ ഞാൻ ഇപ്പോഴും ബസ് യാത്ര ചെയ്യാറുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് തിക്കും തിരക്കുമുള്ള സമയങ്ങൾ ബസ്സിലുണ്ടാവും. ഈ പറഞ്ഞ സ്കൂൾ ട്രിപ്പ് വരുമ്പോഴും രാവിലെ സ്കൂൾ കുട്ടികളുടെ ബഹളം ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ തിരക്കുകളുണ്ടാവാം. പല തിരക്കിൽ കൂടിയും ബസ്സിനകത്ത് ഉന്തിയും തള്ളിയും യാത്ര ചെയ്തിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഇത്തരം ബസ് യാത്രയിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ തട്ടൽ മുതൽ വണ്ടിയൊന്നും ഉലത്തുമ്പോഴോ ഒന്ന് നിൽക്കുമ്പോഴോ ഉണ്ടാവുന്ന ചെറിയ ചെറിയ തട്ടലുകൾ ഇത്രയും വലിയ സംഭവമാക്കി ഒരാളെ, ഒന്നും ചെയ്യാത്ത ഒരു മനുഷ്യനെ മോശമായ രീതിയിൽ വിലയിരുത്തി അറിഞ്ഞുകൊണ്ടൊരു വീഡിയോ എടുത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് അത്ര ശരിയായ ഇടപാടല്ല. ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ എന്താണ് കിട്ടിയത്? അദ്ദേഹത്തിനെ അപകീർത്തിപ്പെടുത്തിയതുകൊണ്ട് അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പം അറിയുന്ന ഒരു ന്യൂസ്. ശരിക്കും അതറിഞ്ഞ് എനിക്ക് മാനസിക വിഷമം ഉണ്ടായി. എനിക്കെന്നല്ല, കേരളത്തിലെ ഓരോ വ്യക്തികൾക്കും ആ ന്യൂസ് ഒരു സാഡ് ന്യൂസ് തന്നെയാണ്. ഇപ്പം കേരളം ഭ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യക്തികളും ഓരോ തരത്തിൽ ഇത്തരത്തിലെ മോശമായ പ്രവൃത്തികൾ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിച്ച് സമൂഹത്തിൽ ജനുവിനായിട്ട് നിൽക്കുന്ന ആൾക്കാരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടിയോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഒരു കുടുംബത്തിലെ ഗ്രഹനാഥനെ ഇല്ലാതാക്കി അയാളെ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ട് ഈ പെൺകുട്ടിക്ക് എന്ത് സന്തോഷവും സമാധാനമാണ് കിട്ടിയത്? ഈ പെൺകുട്ടിക്ക് അത്ര നല്ല രീതിയിൽ ആരും ടച്ച് ചെയ്യാതെ, ഒരു മനുഷ്യനും അടുത്ത് വന്ന് നിൽക്കാത്ത രീതിയിൽ യാത്ര ചെയ്യണമെന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ പെൺകുട്ടിക്ക് അവളുടെ സെൽഫ് വെഹിക്കിൾ ഉപയോഗിക്കാമായിരുന്നു. പബ്ലിക്കായിട്ടുള്ള ഒരു ബസ്സിൽ യാത്ര ചെയ്തിട്ട് ഇത്തരം വീഡിയോകൾ എടുത്ത് ഒരു കുറ്റവും ചെയ്യാത്ത ഒരു വ്യക്തിയെ കുറ്റക്കാരനാക്കി മോശമായ രീതിയിൽ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞ് ഇല്ലാത്ത അപകീർത്തികൾ പറഞ്ഞ് ഒരു ഫേക്ക് വീഡിയോ പ്രചരിപ്പിക്കുമ്പോൾ അതിലുണ്ടാവുന്ന വിപത്തുകൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ട സാമാന്യ ബോധം ഈ പെൺകുട്ടിക്ക് വേണമായിരുന്നു. ഒരു റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഫേമസ് ആകാൻ വേണ്ടിയിട്ടല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ശരിക്കും ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട്, അദ്ദേഹം ആ പെൺകുട്ടിയെ സ്പർശിച്ചിട്ടുമില്ല, ടച്ച് ചെയ്തിട്ടുമില്ല. കയറുന്ന സമയത്ത് എന്തോ ഒരു ബസ് ഇങ്ങനെ ഒരുത്തിയപ്പോൾ ആ പെൺകുട്ടിയുടെ ദേഹത്ത് ടച്ച് ചെയ്യുമെന്ന് കരുതി അദ്ദേഹം കുറച്ച് മാറി നിന്നിട്ട് ഒരു കയ്യിൽ സാധനം, ഒരു കൈ കൊണ്ട് സീറ്റിൻ്റെ ഭാഗത്താണ് അദ്ദേഹം പിടിച്ചിരിക്കുന്നത്. ആ കൈ ആ സീറ്റിൻ്റെ ഭാഗത്തേക്ക് പിടിച്ചിരിക്കുന്ന സൈഡ് പോസ് ചെയ്ത് ഈ പെൺകുട്ടിയാണ് അവിടെ പോയി നിൽക്കുന്നത്. നമ്മൾ ബസ് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തെ ഒരു പുരുഷൻ അനാവശ്യമായി സ്പർശിക്കുന്നു എന്ന് നമ്മൾക്ക് ബോധ്യം വന്നാൽ നമ്മളൊന്ന് മൂവ് ചെയ്ത് മാറി നിൽക്കും. ഈ പെൺകുട്ടിക്ക് ഇദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്നു എങ്കിൽ ഈ പെൺകുട്ടി എന്തുകൊണ്ട് അത് ചെയ്തില്ല? ആ വീഡിയോയിൽ വ്യക്തമാണ്, അദ്ദേഹം അത്തരത്തിലൊരു സ്പർശനമോ ടച്ചിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല. ഒന്ന് ചേർന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈത്തടങ്ങൾ പോലും ആ പെൺകുട്ടിയുടെ ശരീരത്ത് ടച്ച് ചെയ്തിട്ടില്ല എന്ന് ആ വീഡിയോയിൽ വ്യക്തമാണ്. ശരിക്കും വിഷമമുണ്ട്. ഒരാളെ ആത്മഹത്യക്ക് ചെയ്തിട്ടുള്ള ഇത്തരം പ്രവൃത്തികൾ, ചെയ്യാനിടയാക്കിയ ഇത്തരം പ്രവൃത്തികൾ ഇത്തരം സ്ത്രീകൾ ഈ സമൂഹത്തിൽ വന്ന് കാണിക്കുന്നത് വളരെ മോശമാണ്. ഇത്തരം സ്ത്രീകൾക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം ഫേക്ക് വീഡിയോകൾ എടുത്ത് സമൂഹത്തിൽ പ്രചരിപ്പിച്ച് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനെ ഇല്ലാതാക്കിയ ഈ പെൺകുട്ടിക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകണമെന്നാണ് എനിക്ക്
നീതിപീഠത്തിനോട് പറയാനുള്ളത്. സമൂഹത്തിലുള്ള നമ്മളെല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കണമെന്നാണ് ഡിറോൾ എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഇനി ഇത്തരം സ്ത്രീകൾ ഉണ്ടാവാതിരിക്കട്ടെ. ഒരു മനുഷ്യൻ്റെ മരണം കൊണ്ട് എന്ത് കിട്ടിയെന്ന് ഉത്തരം പറയേണ്ടത് ഈ പെൺകുട്ടിയാണ്. ശരിക്കും വിഷമമുണ്ട്. എന്തായാലും ആ സഹോദരൻ്റെ കുടുംബത്തിന് അത് ആ ദുഃഖം സഹിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്തുണ്ടാകട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇത്തരം സ്ത്രീകളെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കേണ്ട ബാധ്യത സമൂഹത്തിൽ നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും ഉണ്ട്. നിയമപാലകർ ഇത് നോക്കിക്കണ്ട് ഈ പെൺകുട്ടിക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകണമെന്ന് എനിക്ക് അപേക്ഷിക്കാനാണുള്ളത്. ഓക്കെ, വളരെ ദുഃഖം തോന്നുന്നു. ശരി ഗൈസ്, ഇത് പറയാനാണ് ഞാൻ വന്നത്. നിങ്ങളെല്ലാവരും ആലോചിക്കുക, നമ്മുടെ ഒരു പബ്ലിക് ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ കെയർ ചെയ്യാൻ പഠിക്കുക. അല്ലാതെ ചേർന്ന് അങ്ങോട്ട് പോയി നിന്നിട്ട് ടച്ച് ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ സ്പർശിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ എടുത്ത് വൈറലാകാൻ ഒരു വ്യക്തികളും നോക്കരുത്. ചിലപ്പോൾ അതൊരു ജീവൻ്റെ വിലയായിരിക്കാം നിങ്ങൾ ചെയ്യുന്ന അത്തരം ഫേക്ക് വീഡിയോകൾ. അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ, ബൈ ഗൈസ്.